ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന വിഷയം തമ്പനയിൽ കണ്ടപ്പോൾ നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും ഒരു ആകാംക്ഷ ഉണ്ടായി കാണും. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയണമെങ്കിൽ അല്ലെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണം അറിയണമെങ്കിൽ നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ അതുകൂടി ഇന്ന് പറയുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വെൽക്കം ടു ഫുഡ് ഫോട്ടോവാക്ക്. വൈഡ് ആംഗിൾ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ലെൻസ് കംപ്രഷൻ, ഈ രണ്ട് ടേമുകളും ടെക്നിക്കൽ ടേംസ് ആണ്. ഫോട്ടോഗ്രാഫി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിയെ കുറിച്ച് അറിയാവുന്നവർക്ക് അറിയാവുന്ന രണ്ട് ടേംസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആധാർ കാർഡിൻ്റെയും ID പ്രൂഫിൻ്റെയും എക്സാമ്പിൾ ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ നമ്മളെത്തുക വൈഡ് ആംഗിൾ ഡിസ്റ്റോർഷൻ അല്ലെങ്കിൽ ഫോക്കൽ ലെങ്ത് കൊണ്ട് സംഭവിക്കുന്ന ഒരാളുടെ മുഖത്തെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇമേജിനോ സംഭവിക്കുന്ന ഡിസ്റ്റോർഷനെ കുറിച്ചുള്ള ഒരു കാര്യത്തിലേക്കാണ്. ഫോക്കൽ ലെങ്തിനെ കുറിച്ച് നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. വിവിധ തരത്തിലുള്ള ഫോക്കൽ ലെങ്തുകൾ ഉള്ള ലെൻസുകളുണ്ട്. 55 mm അല്ലെങ്കിൽ 80x55 mm വരെയുള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസുകൾ, അല്ലെങ്കിൽ 55 to 200 mm ഉള്ള ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ്, ടെലിഫോട്ടോ ലെൻസുകൾ 400 mm 600 mm ഒക്കെ ഫോക്കൽ ലെങ്ത് ഉള്ള ഫോക്കൽ ലെങ്ത് കൂടിയ ലെൻസുകൾ. ഇതിനെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ ഫോക്കൽ ലെങ്ത് കൊണ്ട് അല്ലെങ്കിൽ ഫോക്കൽ ലെങ്തിലുള്ള വ്യത്യാസം കൊണ്ട് ഇമേജിന് സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണമെങ്കിൽ നമുക്ക് ലൈവായിട്ടുള്ള ഒരു ഫോട്ടോഷൂട്ടിലേക്ക് അല്ലെങ്കിൽ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് ഫോട്ടോസ് എക്സാമ്പിൾ കാണുന്ന വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇതാണ്. ഒരു വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു 18 mm ലെൻസാണ്. 18 mm ലെൻസ് ഉപയോഗിക്കുമ്പോൾ അത് നിങ്ങൾക്കറിയാം, ഒബ്വിയസ്ലി ഒരു വൈഡ് ആംഗിൾ ലെൻസാണ്. ഈ വൈഡ് ആംഗിൾ ലെൻസിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന അല്ലെങ്കിൽ ക്യാമറയുടെ സെൻസറിനോട് ഏറ്റവും അടുത്തിരിക്കുന്ന സബ്ജക്റ്റിൻ്റെ പരമാവധി വലിപ്പം കൂട്ടുകയും അതിൻ്റെ സൈഡിൽ വരുന്ന അല്ലെങ്കിൽ വശങ്ങളിലായിട്ട് വരുന്ന സബ്ജക്റ്റിന് അല്ലെങ്കിൽ വശങ്ങളിലായിട്ട് വരുന്ന ഡീറ്റെയിൽസ് ഒന്ന് പിറകിലേക്ക് വലിഞ്ഞു നിൽക്കുന്ന രീതിയിൽ, ഉദാഹരണമായിട്ട് നമ്മുടെ ചെവിയോ അല്ലെങ്കിൽ ബാക്കിലുള്ള സംഭവങ്ങളോ എല്ലാം എന്തെങ്കിലും നേർരേഖയിലുള്ള സാധനങ്ങളാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തൂണുകളോ ഒരു ആർക്കിടെക്ചറൽ സംഭവങ്ങളോ ഒക്കെ ആണെങ്കിൽ അത് പിന്നിലേക്ക് വലിഞ്ഞു നിൽക്കുന്നതായിട്ട് നമുക്ക് ഇമേജസിൽ കാണാൻ കഴിയും. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ സംഭവിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ക്യാമറയോട് അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ക്യാമറയോട് ഏറ്റവും മുന്നിലായിട്ടുള്ള നമ്മുടെ മൂക്ക് വലുതായി കാണപ്പെടുന്നതും ചെവി ചിലപ്പോൾ കാണാൻ പറ്റത്തില്ലാതെ ആവുന്നതും ബാക്കിലുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ പിൻവശത്തേക്ക് പോകുമ്പോൾ ഒരു ഡിസ്റ്റോർഷൻ എന്നുള്ള രീതിയിൽ സംഭവിക്കുന്നത്. 18 മുതൽ 55 വരെയുള്ള ഫോക്കൽ ലെങ്തുകളിൽ ഈ വ്യത്യാസം നമുക്ക് പ്രകടമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. 55 തൊട്ട് മുകളിലേക്ക് അല്ലെങ്കിൽ 55 to 200 mm വരുന്ന ഒരു ഫോക്കൽ ലെങ്തിൽ ഈ വ്യത്യാസം അത്ര പ്രകടമല്ല അല്ലെങ്കിൽ അത്ര ഒരു എവിഡൻ്റ് ആയിട്ട് തോന്നുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ വൈഡ് ആംഗിൾ ലെൻസ് ഉള്ളവർ അല്ലെങ്കിൽ എന്താ പറയുക, ഫോണിലാണെങ്കിൽ പോലും വൈഡ് ആംഗിൾ ലെൻസ് ഉപയോഗിച്ച് ഒരു സബ്ജക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരാളുടെ ഫോട്ടോ, ഫോർ എക്സാമ്പിൾ ഒരു പോർട്രേറ്റ് എടുത്ത് നോക്കുമ്പോൾ അടുത്തുനിന്ന് എടുത്ത് നോക്കുക, ഈ പറഞ്ഞ പോലെ വളരെ പ്രകടമായിട്ടുള്ള ഒരു വ്യത്യാസം അതിനകത്ത് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. പിന്നെ വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് പോർട്രേറ്റ് എടുക്കാൻ പാടില്ല അല്ലെങ്കിൽ പോർട്രേറ്റ് എടുക്കാൻ പറ്റില്ല എന്നല്ല ഇതിൻ്റെ അർത്ഥം. വൈഡ് ആംഗിൾ ലെൻസ് വെച്ചിട്ട് നമുക്ക് നല്ല രീതിയിൽ പോർട്രേറ്റ് എടുക്കാൻ പറ്റും. അതിനുള്ള ടിപ്സ് ഉണ്ട്. അതുപോലെ തന്നെ വൈഡ് ആംഗിൾ ഡിസ്റ്റോർഷൻ കുറയ്ക്കാനായിട്ട്, ലെൻസിൻ്റെ കംപ്രഷൻ കുറയ്ക്കാനായിട്ടും ഒരുപാട് ടിപ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ പറയാം. അപ്പോൾ ബേസിക്കലി എന്തുകൊണ്ടാണ് നമ്മുടെ ആധാർ കാർഡിലും ID പ്രൂഫിലും ഉള്ള ഫോട്ടോ വലിച്ചു നീട്ടിയ പോലെ അല്ലെങ്കിൽ ചുറ്റി കൊണ്ട് അടിച്ച പോലെയൊക്കെ നിങ്ങൾ ഇരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ബേസിക് എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത്. ഇത് കുറയ്ക്കാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. ലൈറ്റ്റൂമിലും ഫോട്ടോഷോപ്പിലും പോലെയുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലൊക്കെ ഈ ഡിസ്റ്റോർഷൻ കുറയ്ക്കാനുള്ള കുറേ ഐഡിയകളൊക്കെ ഉണ്ട്. അതൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരാഴ്ച അല്ലെങ്കിൽ അടുത്തൊരു എപ്പിസോഡിൽ കാണാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. ബൈ ഫോർ നൗ, സ്റ്റേ ട്യൂൺ ആൻഡ് ദിസ് ഈസ് ഫുഡ് ഫോട്ടോവാക്ക്.